Hi, hello students, welcome back. നമുക്ക് വെർട്ടിക്കൽ മോഷൻ പാർട്ട് 3 ഡിസ്കസ് ചെയ്യാം. വെർട്ടിക്കൽ മോഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്റ്റുകളെ, വസ്തുക്കളെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയോ താഴെ നിന്ന് മുകളിലേക്ക് എറിയുകയോ ഒക്കെ ചെയ്യുക. വെർട്ടിക്കലി അപ്വാർഡ് ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ്. അപ്പോൾ അതിൻ്റെ മോഷൻ, അത് എത്ര ഡിസ്പ്ലേസ് ചെയ്യും, അതിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം, ഇത്ര സെക്കൻഡിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ. ഇത് ആക്ച്വലി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇക്വേഷൻസുകൾ ചെയ്തതാണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് എൻ മൈനസ് ഹാഫ് ഇൻറ്റു എ. ഇത്തരം ഇക്വേഷൻസുകൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ബേസാണ്, അതേ മോഷൻ തന്നെയാണ്. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നത് റിട്ടാർഡേഷനും ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത് ആക്സിലറേറ്റഡ് മോഷനും ആയിരിക്കും. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ. ഒബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ മോഷൻ്റെ അതേ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അപ്പോൾ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്സിലറേഷൻ ആക്ട് ചെയ്യുക. ആക്സിലറേഷൻ ആക്ട് ചെയ്യാൻ കാരണം ഫോഴ്സ് വരുന്നതാണ്. ഫോഴ്സാണ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് വരുന്ന കണ്ടീഷനാണ് റിട്ടാർഡേഷൻ. മോഷൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് വരുന്ന കണ്ടീഷനാണ് ആക്സിലറേറ്റഡ് മോഷൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ഒബ്ജക്റ്റ് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ ഏറ്റവും ടോപ്പിലെത്തി റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടോപ്പിലെത്തി റെസ്റ്റ് ചെയ്യുക മീൻസ് ഒരു അവിടെ ജസ്റ്റ് ഒരു മൊമെൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആവുന്നു, പിന്നെ തിരിച്ച് താഴേക്ക് വരുന്നു. സോ മുകളിലേക്ക് എത്താൻ ആവശ്യമായ സമയത്തെ ടൈം ഓഫ് അസെൻറ്റ് എന്നാണ് വിളിക്കുക. നമ്മളത് എഴുതിയിട്ടുണ്ട്, ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത് u/g ആണ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ u വെലോസിറ്റിയിൽ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ അത് ഏറ്റവും ടോപ്പിലെത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടാൻ ആവശ്യമായ സമയമാണ് u/g. ഓക്കെ, സോ പിന്നീട് അത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്ന സമയവും ഇതേ u/g തന്നെയായിരിക്കും. ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയാം അതിനെ, ടൈം ഓഫ് ഡിസെൻറ്റ്. നോക്കൂ, പിന്നീട് ഈ ഒബ്ജക്റ്റ്, ഇത് വേറെ ഒരു ബോളല്ല, ഇത് തന്നെയാണ്. ഈ താഴേക്ക് അത് എറിഞ്ഞ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്താൻ ആവശ്യമായ സമയവും u/g തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ മറ്റൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന സമയം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം സെയിം ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് u ആണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ u/g ആണ് സമയം. മനസ്സിലായി? ഒരു പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്താണോ ആ സ്പീഡ് ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഏറ്റവും ടോപ്പിലേക്കുള്ള സമയം കിട്ടും. എല്ലാവർക്കും മനസ്സിലാകണം. ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എത്തുമ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ സ്പീഡ് എങ്കിൽ പിന്നീട് 4 സെക്കൻഡ് കൂടി മതി അത് ടോപ്പിലെത്താൻ. 40 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, കഴിഞ്ഞ പാർട്ടിൽ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിൻ്റെ ഒരു മാക്സിമം ഹൈറ്റ് h. മാക്സിമം ഹൈറ്റ് hന് u² ഡിവൈഡഡ് ബൈ 2g. ഇതാണ് നമ്മൾ എഴുതിയത്, ഓർമ്മയുണ്ടാവും. ഇതിനെ നമുക്ക് u/2 ഇൻറ്റു u/g, u/2 ഇൻറ്റു u/g. u/g മീൻസ് ടൈം ഓഫ് അസെൻറ്റ്, അങ്ങനെ പറയാൻ സാധിക്കും. സോ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ഈസ് u/2 ഇൻറ്റു ടൈം ഓഫ് അസെൻറ്റ്, അങ്ങനെയും പറയാൻ സാധിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് എറ്റ്സെട്ര. നോക്കൂ, നമ്മൾ എറിയുന്ന സ്പീഡ് u ആണെങ്കിൽ, നമ്മൾ എറിയുന്ന മുകളിലേക്ക് കൊടുക്കുന്ന ഈ വെലോസിറ്റി u ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ u-5 ആണ് ഇത് ഡിസ്പ്ലേസ് ചെയ്യുക. ഏത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് അറിയോ? Sn ഈസ് ഈക്വൽ ടു u പ്ലസ് n മൈനസ് ഹാഫ് ഇൻറ്റു എ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ പറയുന്നത്. ഇവിടെയാണെങ്കിൽ u പ്ലസ്
n-12 ഇൻറ്റു മൈനസ് ജി എന്നല്ലേ വരിക. ആക്സിലറേഷൻ ഈസ് മൈനസ് ജി. സോ ഈ ടേം മൈനസ് ടേം ആയിട്ട് മാറും. എല്ലാവർക്കും മനസ്സിലായോ? S1 is equal to S1 is equal to ഫസ്റ്റ് സെക്കൻഡ്. ഇപ്പോൾ 1 എന്ന് നോക്കൂ, ഇവിടെ n ആണ് കോമൺ ആയിട്ടുള്ളത്. Sn n കോമൺ ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ S2 എന്ന് പറയുകയാണെങ്കിൽ n-ന് 2 കൊടുക്കണം. ഫസ്റ്റ് സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ് ചെയ്യും? S1 is equal to u minus 1 minus half, that is half. 1 minus half is half. Half into 10. Half into 10 is 5. ഓക്കെ, അതായത് നമ്മൾ 40 മീറ്റർ പെർ സെക്കൻഡ് എറിയുകയാണെങ്കിൽ ആദ്യത്തെ സെക്കൻഡിൽ 35 മീറ്ററാണ് അത് ട്രാവൽ ചെയ്യുക. ഓക്കെ, S2 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ 2 കൊടുക്കണം. u minus 2 minus half. 2 minus half means 1.5. 2-ൽ നിന്ന് ഹാഫ് കുറക്കുക എന്ന് പറഞ്ഞാൽ 1.5. 1.5. 1.5 into 10, 15. ടിങ് 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 ടിങ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ u എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ 35, അടുത്ത സെക്കൻഡിൽ 25. അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 40-ൽ നിന്ന് 15 കുറയ്ക്കുക, 25 എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 10 വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് വരിക. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതാണ്. ഓക്കെ, ശരി. ഇപ്പോൾ ഞാനൊരു ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. നോക്കൂ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. An object is projected vertically upward with a velocity of 60 meter per second. An object is projected vertically upward with a velocity of 60 meter per second. Okay, find out. 1. Time of ascent. 2. Time of descent. 3. Time of flight. എന്ന് പറഞ്ഞാൽ വിട്ട സ്ഥലത്തേക്ക് തിരിച്ചു വരിക എന്നാണല്ലോ അല്ലേ, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുക. 4. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ക്യാപിറ്റൽ H. ഓക്കെ. 5. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 3 seconds. Displacement in first 3 seconds. Displacement in first 3 seconds. Okay. 6ാമത്തെ ചോദ്യം, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 4th second. Displacement in the 4th second. 7ാമത്തെ ക്വസ്റ്റ്യൻ, velocity after 5 seconds. ഓക്കെ, മതിയോ? പോരെ? ഒരു ദിവസം വേണ്ടി. 8ാമത്തെ ചോദ്യം, വെലോസിറ്റി ആഫ്റ്റർ 8 seconds. ഓക്കെ, 8 ചോദ്യങ്ങളാണ്. അപ്പോൾ u is equal to 60 meter per second and a is equal to -g. ഈ 2 ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. An object is projected vertically upward with a velocity 60 meter per second എന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ആക്സിലറേഷൻ -g ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ 2 ഡാറ്റയുണ്ട്, u ഉണ്ട്, ആക്സിലറേഷനും ഉണ്ട്. ഈ 2 ഡാറ്റ വെച്ചിട്ട് നമുക്കിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ടൈം ഓഫ് അസൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ആക്സിലറേഷൻ. ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 60, എമൗണ്ട് ഓഫ് ആക്സിലറേഷൻ 10. നോക്കുക, ആക്സിലറേഷൻ്റെ വാല്യൂ 10, ദാറ്റ് ഈസ് 6 seconds. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 6 സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഏറ്റവും ടോപ്പിലെത്തുക എന്നർത്ഥം. 6 സെക്കൻഡ്. അപ്പോൾ ടൈം ഓഫ് അസെൻഡ് എത്രയാണോ അത് തന്നെയാണ് ടൈം ഓഫ് ഡിസെൻറ്റും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും സെയിം ആണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈം ഓഫ് ഡിസെൻറ്റ് അതെന്തിന് ഈക്വലാണ്? ടൈം ഓഫ് അസെൻറ്റിന് ഈക്വലാണ് 6 സെക്കൻഡ്, എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാനുള്ള സമയമാണ്.
ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് അസെൻഡ് പ്ലസ് ടൈം ഓഫ് ഡിസെൻഡ്. അങ്ങോട്ടുള്ള സമയം ഇങ്ങോട്ടുള്ള സമയമാണ്. 6 + 6 12 സെക്കൻഡാണ് ടോട്ടലി ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ എറിഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, 12 സെക്കൻഡ് മനസ്സിലായിട്ടുണ്ടാവും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആണ്. മാക്സിമം എത്രത്തോളം അത് പൊന്തും, നമ്മൾ എറിയുന്ന സ്ഥലത്ത് നിന്ന് മാക്സിമം എത്ര വരെ അത് പൊന്തിപ്പോകും, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആണ്. എന്താണ് ഇക്വേഷൻ? u/2 × ടൈം ഓഫ് അസെൻഡ് എന്ന് എടുക്കട്ടെ ഞാൻ. അതല്ലേ ഇവിടെ ഒന്നുകൂടെ സുഖം, കാരണം ടൈം ഓഫ് അസെൻഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. u എത്രയാണ്? 60. 60/2 × ടൈം ഓഫ് അസെൻഡ് 6. ഓക്കെ, 30 × 6 180 മീറ്റർ. നോക്കൂ, ഇത് 180 മീറ്റർ ഹൈറ്റിലേക്ക് പോകും. ഓക്കെ, 60 മീറ്റർ/സെക്കൻഡിൽ മുകളിലേക്ക് വിടുന്ന ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു പന്ത് അത് 180 മീറ്റർ മുകളിലേക്ക് എത്തി അവിടെ റെസ്റ്റ് ചെയ്ത് തിരിച്ചു വരും. റെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് കാലം നിൽക്കുക എന്നല്ല, അവിടെ ജസ്റ്റ് അതിൻ്റെ വെലോസിറ്റി 0 ആവും, ദെൻ തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്സ് ആണ് അടുത്ത ഞാൻ ചോദിക്കുന്നത്. Displacement in first 3 seconds, the 5th question. നോക്കൂ, ദിസ് ഈസ് S(3) ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ് ut + ½at² എന്നാണ് ബേസിക് ഇക്വേഷൻ. എല്ലാവരും മനസ്സിലാക്കണം. u എന്ന് പറയുന്നത് 60 പോസിറ്റീവാണ്. ടൈം 3 ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ മൈനസ് ആയതുകൊണ്ട് ഈ ടേം മൈനസ് ആവും. ഹാഫ് g മീൻസ് 10 ആണ് നമ്മൾ എടുക്കുന്നത് ഫോർ സിംപ്ലിസിറ്റി. 10 × ടൈം സ്ക്വയർ 3². ഓക്കെ. നൗ 60 × 3 ദാറ്റ് ഈസ് 180. നോക്ക്, 180. 180. 5 × 3². 10/2 is 5. 5 × 9. 5 × 9 is 45. 180 - 45. ഓക്കെ, 135 മീറ്റർ. മനസ്സിലായി? 135 മീറ്റർ എന്ന് പറയാം നമുക്ക്. ഈ 135 മീറ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡ് അല്ലേ, ആദ്യത്തെ 3 സെക്കൻഡിൽ ഉള്ള ദൂരങ്ങളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ u-5 അല്ലേ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡിൽ 55 മീറ്ററും അടുത്ത സെക്കൻഡിൽ 45 മീറ്ററും അടുത്ത സെക്കൻഡിൽ 35 മീറ്ററും ആയിരിക്കും. ഇതാണ് ആദ്യത്തെ 3 സെക്കൻഡിലെ ദൂരങ്ങൾ. ആദ്യത്തെ 3 സെക്കൻഡിലെ ടോട്ടൽ ദൂരമാണ് ഈ പ്ലസ് ഇട്ട് എഴുതിയത്. ഫസ്റ്റ് സെക്കൻഡിൽ 55 എങ്ങനെയാണ് കിട്ടിയത്? u-5. u എത്രയാണ്? 60. 60 - 5 ആണ് 55. അടുത്തത് u-15 ആണ്. അടുത്ത u-25 ആണ്. 55ഉം 45ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 100 ആയി. 100 + 35 നോക്കൂ, 135. മനസ്സിലായോ? സോ പല രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 4th സെക്കൻഡ്. അതിന് എന്താണ്? വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്. അപ്പോൾ 4th സെക്കൻഡിൽ എത്രയായിരിക്കും? 25 മീറ്റർ ആയിരിക്കും. സിമ്പിളല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 4th സെക്കൻഡ്. S4 u + 3.5a. നോക്കൂ, ഇതാണ് ബേസിക്കലി അതിൻ്റെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 4th സെക്കൻഡ് u + 3.5a. 60. ദെൻ എ എന്ന് പറയുന്നത് -g ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും. 3.5 × ജിയുടെ എമൗണ്ട് 10. ഓക്കെ, 60 - 35. 60 - 35 എത്രയാണ്? 25 മീറ്റർ. ഇങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് 55, അടുത്തതിൽ 45, അടുത്തതിൽ 35, അടുത്തതിൽ 25. ഇതാണ് ചോദിച്ചത്. സോ ഈ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. 25 ആണ് 4ാമത്തെ സെക്കൻഡിൽ, 5ാമത്തെ സെക്കൻഡിൽ 15, 6ാമത്തെ സെക്കൻഡിൽ 5, 7ാമത്തെ സെക്കൻഡിൽ -5 എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 8ാം സെക്കൻഡിൽ -15 എന്ന് പറഞ്ഞാൽ 8ാമത്തെ സെക്കൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോരുകയാണെന്നാണ്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ.
വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്. നമ്മുടെ ബേസിക് ഇക്വേഷനാണ് വെലോസിറ്റിയുടെ ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ u+at. u എന്ന് പറയുന്നത് +60, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -10, ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ 5 സെക്കൻഡ് 5, 60 - 50 ദാറ്റ് ഈസ് 10 m/s. ഇത് സിമ്പിളാണ്. നോക്കൂ, 60 m/s വെലോസിറ്റി ഉണ്ടായിരുന്നു. 60 m/s ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 50 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. നോക്കൂ, ഓരോ സെക്കൻഡിലും 10 വെച്ച് കുറയുന്നതാണ് 10 m/s എന്ന് പറയുന്ന റിട്ടാർഡേഷൻ. അടുത്ത സെക്കൻഡിൽ 40 ആയിട്ട് കുറയും. ഓക്കെ, പിന്നെ 30 ആയിട്ട് റെഡ്യൂസ് ചെയ്യും, 20 ആയിട്ട് റെഡ്യൂസ് ചെയ്യും, 10 ആയിട്ട് റെഡ്യൂസ് ചെയ്യും, പിന്നെ 0 ആവും. നോക്കൂ, ആഫ്റ്റർ 1 സെക്കൻഡ്, ആഫ്റ്റർ 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ്. നോക്കൂ, 0 സെക്കൻഡിലെ സ്പീഡ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട്, 2 സെക്കൻഡ് കഴിഞ്ഞ്, 3 സെക്കൻഡ് കഴിഞ്ഞ്, 4 സെക്കൻഡ് കഴിഞ്ഞ്, 5 സെക്കൻഡ്. ഇതല്ലേ ചോദിച്ചത്? ആഫ്റ്റർ 5 സെക്കൻഡ് വാട്ട് ഈസ് ദാറ്റ്? ദെൻ 6 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് ഏറ്റവും ടോപ്പിലെത്തി 0. കാരണം 6 സെക്കൻഡ് ടൈം ഓഫ് അസെൻറ്റ്. മനസ്സിലായോ? എല്ലാ കോൺസെപ്റ്റും കോയിൻസൈഡ് ചെയ്ത് വരും ഇവിടെ. ഓക്കെ, എല്ലാം പരസ്പരം ശരിയാകുന്ന തരത്തിലായിരിക്കും, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 6 സെക്കൻഡാണ് ടൈം ഓഫ് അസെൻറ്റ് നേരത്തെ കണ്ടെത്തിയതാണ്. അപ്പോൾ 6 സെക്കൻഡിന് ശേഷം അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കണം. ഇതാ ഓക്കെ. അപ്പോൾ ഇനി എന്താ ചോദ്യം? വെലോസിറ്റി ആഫ്റ്റർ 8 സെക്കൻഡ്. എന്താ വെലോസിറ്റി ആഫ്റ്റർ 8 സെക്കൻഡ് സംഭവിക്കുക? വെലോസിറ്റി ആഫ്റ്റർ 8 സെക്കൻഡ് നോക്കൂ, 0 സെക്കൻഡിൽ 60 m/s. 1 സെക്കൻഡ് കഴിഞ്ഞാൽ 50 ആയി, 2 സെക്കൻഡ് കഴിയുമ്പോൾ 40 ആയി, 3 സെക്കൻഡ് കഴിയുമ്പോൾ 30 ആയി, 4 സെക്കൻഡ് കഴിയുമ്പോൾ 20 ആയി, 5 സെക്കൻഡ് കഴിയുമ്പോൾ 10 ആയി, 6 സെക്കൻഡ് കഴിയുമ്പോൾ 0 ആയി, 7 സെക്കൻഡ് കഴിയുമ്പോൾ -10 ആണ് ആവേണ്ടത്. 0-ൽ നിന്ന് 10 കുറയണം. നോക്കൂ, ഇവിടെ ആക്സിലറേഷൻ ഈസ് -10 m/s എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുമ്പത്തെ വെലോസിറ്റിയിൽ നിന്ന് 10 കുറയുന്നതാണ് ഇപ്പോഴത്തെ വെലോസിറ്റി. ഇപ്പോഴത്തെ വെലോസിറ്റിയിൽ നിന്ന് 10 കുറയുന്നതാണ് അടുത്ത സെക്കൻഡിലെ വെലോസിറ്റി. അതാണ് ആക്സിലറേഷൻ ഈസ് -10 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ 7ാമത്തെ സെക്കൻഡിന് ശേഷം 8ാമത്തെ സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി അപ്പോൾ -20 ആണ്. അപ്പോൾ ശരിക്കും ഇതാണ് ആൻസർ, -20. ദ വെലോസിറ്റി ആഫ്റ്റർ 8 സെക്കൻഡ് ഈസ്, വെലോസിറ്റി എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ മൈനസിന് പ്രാധാന്യം വരുന്നത്. നിങ്ങളോട് സ്പീഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് കണ്ടെത്തിയിട്ട് ഈ മൈനസ് ഒഴിവാക്കിയിട്ട് ബാക്കി 20 ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈ ഇക്വേഷൻ വഴി ചെയ്യാമല്ലോ. നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? ഫൈനൽ വെലോസിറ്റിക്ക് v ഈസ് ഈക്വൽ ടു u+at. ഓക്കെ, v ഈസ് ഈക്വൽ ടു u+at-യിൽ വാട്ട് ഈസ് u? +60. വാട്ട് ഈസ് a? -10. വാട്ട് ഈസ് ടൈം? 8. മനസ്സിലായോ? 60 - 80 ദാറ്റ് ഈസ് -20 m/s. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻസിലൊക്കെ അപ്ലൈ ചെയ്താൽ കറക്റ്റ് കിട്ടും. നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം എങ്ങനെ പോവുകയാണെങ്കിലും കറക്റ്റ് കിട്ടും. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഇതിനെ ഞാനൊന്ന് ഫിഗറായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്കതങ്ങ് നിർത്താം. നോക്കൂ, 60-ൽ വിട്ടു, ആഫ്റ്റർ 1 സെക്കൻഡ് ഇവിടെ എത്തി, 50 m/s ആയതിൻ്റെ സ്പീഡ്. ഈ ദൂരം എന്ന് പറയുന്നത് 55 മീറ്ററാണ്. അടുത്ത സെക്കൻഡ് അത് ഇവിടെ എത്തി. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് 40 m/s ആണ്. ഈ ദൂരം എന്ന് പറയുന്നത് 45 മീറ്ററാണ്. ഇത്രയും ദൂരം ഈ ദൂരമില്ല, ഗ്യാപ്പ് കുറഞ്ഞു വരും. അടുത്ത സെക്കൻഡിൽ അത് ഇവിടെ എത്തി. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് 30 m/s ആണ്. പിന്നെ 20 ആയി. അപ്പോൾ കുറച്ചുകൂടെ താഴെ നമ്മൾ വരയ്ക്കേണ്ടി വരും. 60, 50, 40, 30, 20, 10, 0 അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി -30 m/s ആയിരിക്കും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അത് എത്തുമല്ലോ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി -30 m/s ആയിരിക്കും. മനസ്സിലാവുണ്ടോ? നോക്കാം, 60, 50, 40, 30, 20, 10, 0, -10, -20, -30, -40, -50, -60. മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് വെലോസിറ്റിയാണ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ. അങ്ങോട്ട് പോകുമ്പോഴുള്ള സ്പീഡ് എന്താണോ അതേ സ്പീഡാണ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഓരോ പോയിൻറ്റിലും. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 58 പോസിറ്റീവ് വെലോസിറ്റി അങ്ങോട്ട് പോകുമെങ്കിൽ തിരിച്ചാ കല്ല് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ -58 m/s ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
സോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വെർട്ടിക്കൽ മോഷൻ്റെ ടോപ്പിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോക്കൂ, ഫ്രീ ഫാൾ. ഫ്രീ ഫാൾ, മുകളിൽ നിന്ന് ഒരു വസ്തു ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, മുകളിൽ നിന്ന് ഒരു ടവറിൻ്റെ, സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയാം, ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്പ്ഡ്. ഓക്കെ, എച്ച് ഹൈറ്റുള്ള ടവറാണ്. ഓക്കെ, സോ ഇത് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ സ്പീഡ് കൂടി 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 വരും. ഓക്കെ, അത് ഗ്രൗണ്ടിലെത്തി. അത് ഗ്രൗണ്ടിൽ ചെന്ന് ടം എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ഇടിച്ചു. ഓക്കെ, നോക്കൂ, ഇവിടെ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി വി എന്ന് വിചാരിക്കുന്നു. ഫൈനൽ വെലോസിറ്റി വി എന്ന് വിചാരിക്കുക ഇവിടെ എത്തുന്ന സമയത്ത്. ഓക്കെ, മൊത്തത്തിൽ ഇതിന് കവർ ചെയ്യാനെടുത്ത ടൈം ടി എന്ന് വിചാരിക്കുക. ടൈം ടേക്കൺ ഈസ് ടി ടു കവർ ദ എച്ച്. ഫൈനൽ വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി വി. ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക, കാരണം താഴേക്കായതുകൊണ്ട്. സോ ഫൈനൽ സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവുകളൊന്നും കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് വെച്ച് ചെയ്താലും മതി. നോക്കുക, ഇപ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈം സ്ക്വയർ. ഓക്കെ, ഇവിടെ നിന്ന് താഴേക്ക് ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഈ മുകളിലെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മൈനസ് എച്ച് അല്ലേ? മൈനസ് എച്ച് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ഡിസ്റ്റൻസിൻ്റെ ടേമിൽ ഡിസ്റ്റൻസ്, ഇനീഷ്യൽ സ്പീഡ്, ദ എമൗണ്ട് ഓഫ് ആക്സിലറേഷൻ എന്ന തരത്തിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിതിന് ജസ്റ്റ് എച്ച് ഇട്ടാൽ മതി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എച്ച് ഇട്ടാൽ മതി. അതല്ല, നിങ്ങൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോഡി വരുമ്പോൾ മൈനസ് എച്ച് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്. യു എന്ന് പറയുന്നത് 0 പ്ലസ് ഹാഫ് എ. ഹാഫ് എ എന്ന് പറയുന്നത് മൈനസ് ജി. മൈനസ് ഇവിടെ ഇട്ട് ജി ഇവിടെ ഇട്ട് ദെൻ ടി സ്ക്വയർ. ശ്രദ്ധിച്ചോ? സോ ഈ മൈനസ്, ഈ ടേം ഓൾറെഡി 0 ആണ്. സോ ഈ മൈനസും ക്യാൻസൽ ആവും. ആൻഡ് വി ഗെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. മനസ്സിലായോ? സോ വാട്ട് ഈസ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h by g. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h by g. Therefore t is equal to root of 2h by g. ഈ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യണം നമ്മൾ. ടി is equal to root of 2h by g. എന്താ സംഗതി? എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു വസ്തു ഡ്രോപ്പ് ചെയ്യപ്പെട്ടാൽ അത് താഴേക്ക് എത്താൻ എടുക്കുന്ന ടോട്ടൽ ടൈമാണ് ടി is equal to root of 2h by g. ഓക്കെ, ഇതിനെ വാല്യൂവിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളൊന്ന് എത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വിടുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. മറ്റൊന്ന് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേറൊരു പ്ലാനറ്റിൽ വേറൊരു വാല്യൂ ആയിരിക്കും. നോക്കൂ, ഇതിപ്പോൾ പ്ലാനറ്റ് എർത്താണ്. പ്ലാനറ്റ് ജൂപ്പിറ്ററിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേറൊരു വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എർത്തിൽ 10 മീറ്റർ മുകളിൽ നിന്നൊരു വസ്തു, എർത്തിൻ്റെ സർഫസിൽ നിന്ന് 10 മീറ്റർ മുകളിൽ നിന്നൊരു വസ്തു ഡ്രോപ്പ് ചെയ്യപ്പെട്ടാൽ അത് താഴെ ചെന്ന് തട്ടാനെടുക്കുന്ന സമയവും ജൂപ്പിറ്ററിൻ്റെ സർഫസിൽ നിന്ന് 10 മീറ്റർ മുകളിൽ നിന്നൊരു വസ്തു ഡ്രോപ്പ് ചെയ്യപ്പെട്ടാൽ അത് ജൂപ്പിറ്ററിൻ്റെ സർഫസിൽ ചെന്ന് തട്ടാനെടുക്കുന്ന സമയവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. കാരണം അത് അവിടെ ജിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സെയിം പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി കോൺസ്റ്റൻ്റായി. ഇൻ ദ സെയിം പ്ലാനറ്റ് നമ്മൾ ഈ ടൈം പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റൂട്ട് എച്ചിനെയാണ് എന്ന് മനസ്സിലാക്കണം. സോ ടൈം ഓഫ് ഫ്രീ ഫാൾ ആണ് ഇവിടെ ഈ ഉദ്ദേശിച്ച ടി എന്ന് പറയുന്നത്. സോ അതിനെ ഞാൻ 1-2 ഡീറ്റെയിൽസ് അവിടെ എഴുതാൻ പോവാണ്. ദിസ് ടി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എച്ച് ബൈ ജി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ T1/T2 നോക്കൂ, രണ്ട് ഈ ടൈമുകളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ്, നോക്കൂ, ഈ എച്ച് ന്യൂമറേറ്ററിലായതുകൊണ്ട് അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് H1/H2 എന്ന് ഇവിടെ വരും. ഇൻറ്റു ജി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് G2/G1 എന്നാണ് റേഷ്യോയിൽ വരിക. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ T1 ഇങ്ങനെ എഴുതേണ്ടി വരും. T1 is equal to root of 2H1/G. Then T2 is equal to root of
2h2/g. എന്നിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്താൽ മതി. T1/T2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയപ്പം ഓക്കെ. ദെൻ √(h1/√(h2) അത് വരും. ദെൻ ഈ ദിസ് ഈസ് G1 ഹിയർ, ദിസ് ഈസ് G2 ഹിയർ. ഓക്കെ. ദെൻ ഇത് നോക്കൂ, T1/T2 ആയതുകൊണ്ട് ഈ 1/√G2 എന്നുള്ളത് മുകളിലേക്ക് പോകും. അതാണ് √G2 മുകളിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ മതി. എച്ച് ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ T1/T2 എന്ന് പറയുമ്പോൾ H1/H2 ഇൻ ദ റൂട്ടാണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഇത് G ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ T1/T2 ആണ് പറയുന്നതെങ്കിൽ √G2/G1 എന്ന് വരും. മനസ്സിലാവും. അപ്പോൾ T2/T1 ആണ് എന്താ വരുന്നതെങ്കിലോ T2/T1 ആണെങ്കിൽ √H2/H1 ഇൻറ്റു √G1/G1 ആണ്. അങ്ങനെയാണ് വരിക. എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചതായിരിക്കും. ഇത് നേരെ തിരിച്ചിട്ടതാണ്, ഇത് നേരെ തിരിച്ചിട്ടതായിരിക്കും. മനസ്സിലായോ? കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇത് സെയിം പ്ലാനറ്റ് എന്നുള്ളതാണ് ചോദ്യത്തിലെങ്കിൽ ഇൻ ദ എർത്ത് an object is released from two heights. One is from 30 meter height, the other is from 20 meter height. What is the ratio of the time taken to hit the ground? അപ്പോൾ സെയിം പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ G2/G1 ഒന്നാണ്, 1. കാരണം G2 എന്താണോ അത് തന്നെയാണ് G1. അപ്പോൾ സെയിം പ്ലാനറ്റ്. സോ G2/G1 ഈസ് 1. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. സോ സെയിം ഇൻ ദ സെയിം പ്ലാനറ്റ് T1/T2 in the same planet. In the same planet T1/T2 is equal to √H1/H2. √H1/H2. In the same planet T1/T2 is equal to √H1/H2. ഓക്കെ, ശരി. നോക്കൂ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ താഴെ വന്ന് ചെന്ന് തട്ടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ √2h/g ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡിയാണ്. നോക്കൂ, ഇതൊരു ചെറിയ വസ്തുവാണെങ്കിലും ഇതൊരു വലിയ വസ്തുവാണെങ്കിലും ഒരേ ഹൈറ്റിൽ നിന്നാണ് രണ്ടിനെയും വിടുന്നതെങ്കിൽ ഒരേ സമയം രണ്ടും താഴെ എത്തും. T is equal to √2h/g ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ്. ഓക്കെ. സോ നമുക്ക് പൊതുവേ ഇപ്പോൾ ചില വസ്തുക്കൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കണ്ടൊക്കെ താഴെ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എയർ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ്. എയർ റെസിസ്റ്റൻസ് ഉള്ള കേസിൽ അത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ല. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെയുള്ളൂ. വേറെ ഒരു ഫോഴ്സ് ഇല്ല. വിൻഡോ, എയർ റെസിസ്റ്റൻസോ മറ്റ് യാതൊരു തരത്തിലുള്ള ഫോഴ്സുകളും ഇല്ലാത്ത ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമുള്ള ചലനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു ചലനത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എച്ചും മാത്രമേ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു കല്ലും ഒരു ചെറിയൊരു കല്ലും ഒരേ ഹൈറ്റിൽ നിന്ന് നമ്മൾ 1 2 3 ബും അത് വിട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം തന്നെയാണ് ഗ്രൗണ്ടിലെത്തുക, ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, ശരി. ഇനി ഇവിടെ ഫൈനൽ വെലോസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ കൂടെ എഴുതിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യായി വെർട്ടിക്കൽ മോഷൻ. പിന്നെ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കുറച്ച് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. നോക്കൂ, വി ഹാവ് v² = u² + 2as. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. v² = u² + 2as. ഓക്കെ. അപ്പോൾ ഹിയർ ഇങ്ങോട്ട് വരുമ്പോൾ ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, അതിൻ്റെ സ്ക്വയർ 0 ആണ്. ഓക്കെ. 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് -h ആണ്. ഓക്കെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g, താഴേക്കാണ് ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ് -h. സോ മൈനസ് മൈനസ് പ്ലസ് ആയി മാറും. സോ വാട്ട് അബൌട്ട് v² ഈസ് 2gh. സോ വാട്ട് ഈസ് v is equal to √2gh. Okay, this is the velocity by which it is hitting the ground. Just before hitting the ground, the velocity എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയാണ്. ആൻഡ് ദിസ് ഈസ് ആൾസോ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ്. മനസ്സിലായി? ഇതും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ബാക്കി ഇതിനൊക്കെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 100 മീറ്റർ ഹൈറ്റിൽ നിന്ന് വിട്ടു, എത്ര സമയം കൊണ്ട് താഴെ എത്തും? √2 × 100 / g. എത്രയാണ് സ്പീഡ് ഉണ്ടാവുക? √2g × 100. സിമ്പിളായിട്ട് പറയാം. സോ വെർട്ടിക്കൽ മോഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും.
ഓക്കെ, ചാപ്റ്റർ 3 അതിൻ്റെ ഓൾമോസ്റ്റ് എൻഡിലാണ്. ഇനി ഗ്രാഫ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗ്രാഫും റിലേറ്റീവ് മോഷനും ഡിസ്കസ് ചെയ്താൽ ചാപ്റ്ററിൻ്റെ ടോപ്പിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.